40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447175304. വടക്കാഞ്ചേരി സമ്പൂർണ്ണ ശുദ്ധി ക്യാമ്പയിന്റെ നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനം മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എവിടെയാണ് അതിഭീകരമായ ഉറവിട മാലിന്യം ശ്രദ്ധയോടുകൂടി സംസ്കരിക്കപ്പെടുന്നത്, നമ്മളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ ഇത്തരം ഉറവിടങ്ങൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും, അത് ഭരണസമിതി ആയാലും ആരോഗ്യ വിഭാഗമായാലും ഹരിതകർമ്മസേനാംഗങ്ങൾ പോരാ, നമ്മൾ ഓരോ കുടുംബങ്ങളും രാവിലെ നടക്കാനിറങ്ങുന്നവർ ഉൾപ്പെടെ എവിടെയാണ് ഈ അശ്രദ്ധ മൂലം ഈ ഉറവിട മാലിന്യം സംസ്കരിക്കുന്നത്, അതെവിടെയാണ് അത് ഡംപ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യം. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ, ഫ്യൂറാൻ എന്ന വിഷവാതകങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു. ഈ മഹത്തായ ലക്ഷ്യത്തോടെ നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും നടത്തുന്ന സമ്പൂർണ്ണ ശുദ്ധി എന്ന ക്യാമ്പയിന്റെ നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനം ചെയർപേഴ്സൺ മിനി അരവിന്ദൻ നിർവഹിച്ചു. പ്ലാസ്റ്റിക് എല്ലാ മാസം കൊടുക്കുന്നുണ്ട്, എന്നാലും നമ്മൾ എല്ലാ മാസവും കൊടുക്കണം, യൂസർക്ക് എല്ലാ മാസവും കൊടുക്കണം എന്നാണ് ഗവൺമെന്റ് നിയമം. അപ്പൊ നമ്മുടെ കുറച്ച് പ്ലാസ്റ്റിക് ഉള്ളൂച്ചെങ്കിലും നമ്മളത് കൊടുക്കണം. ഒരു 60 രൂപയല്ലേ. അപ്പൊ നമ്മുടെ സഹോദരിമാർ തന്നെയാണ് ഇത് ചെയ്യണത്. അവർക്ക് ഗവൺമെന്റ് ശമ്പളമൊന്നുമില്ല, നമ്മൾ കൊടുക്കണം ഈ പൈസക്കാണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത്. മാലിന്യം ഉറവിട സംസ്കരണം ശീലമാക്കുവാനും അജൈവ മാലിന്യം യൂസർ ഫീ നൽകി എല്ലാ മാസവും ഹരിതകർമ്മസേനയ്ക്ക് നൽകുവാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാതെ ഗ്രാമവീഥികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കണമെന്നും അവർ പറഞ്ഞു. വാതിൽപ്പടി ശേഖരണം 100% പൂർത്തിയാക്കുവാൻ വിവിധ വീടുകളിൽ കയറി അവബോധം നൽകുകയും ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.പി. മദനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവിഷൻ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി.ജി. സനീഷ്, ഷീല മോഹൻ, ഡിവിഷൻ കൗൺസിലർമാർ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ, കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, യങ് പ്രൊഫഷണൽ അഞ്ജലി, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു.